അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യത്തി മുഹമ്മദ് ഫാറൂഖ് വിസി മണ്ണാർക്കാട്. പ്രിയപ്പെട്ട എഡ്യൂക്കേഷൻ ഹബ്ബിലെ സഹപാഠികളെ, അത് നമ്മെ രണ്ട് ലോകത്തും അനുഗ്രഹിക്കട്ടെ. സാറ് നമ്മോട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ ആവശ്യപ്പെടുകയും പലരും അതൊക്കെ വായിച്ചിട്ടുണ്ടാകുമെന്ന് ശുഭപ്രതീക്ഷ പ്രകടിപ്പിക്കുകയുമാണ്. സാറ് വായിക്കാൻ പറഞ്ഞ പുസ്തകങ്ങളിൽ ഏറ്റവും എന്നെ ഹഠാതാകർഷിച്ചതും നമ്മുടെ ഈ ഫീൽഡുമായി, കൗൺസിലിംഗ് ഫീൽഡുമായി ഏറെ അഭേദ്യ ബന്ധം പുലർത്തുന്നതുമായ ഒരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. കൗൺസിലിംഗ് റൂം എന്ന് പറയുന്ന ഈ പുസ്തകം, ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, എ ഹാൻഡ് ബുക്ക് ഓഫ് കൗൺസിലേഴ്സ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നാം കൗൺസിലിനെ കുറിച്ച് ഒരുപാട് പഠിച്ചു, അതിൻ്റെ തിരകളെ കുറിച്ച് പഠിച്ചു. എന്നാൽ അതൊന്നും പ്രാക്ടീസ് ചെയ്ത ഒരു അനുഭവം നമുക്ക് ആയി വരുന്നേ ഉള്ളൂ. അതേ സ്ഥാനത്ത് ഈ പുസ്തകം നാം വായിക്കുമ്പോൾ ഒരു കൗൺസിലിംഗ് റൂമിൽ ഒരു ക്ലയൻറ്റുമായി സംസാരിക്കുന്ന പ്രതീതി നമുക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടുന്നുണ്ട്. കുട്ടി, കൗമാരക്കാരൻ, വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ട ദമ്പതിമാർ, വൃദ്ധൻ, ഇങ്ങനെ മനുഷ്യൻ്റെ അവൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള വിവിധ ഘട്ടങ്ങളിലുള്ള ആളുകളുമായി നേരിട്ട് സംസാരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ഒരു പുസ്തകമാണ് ഈ കൗൺസിലിംഗ് റൂം എന്നുള്ള ഈ പുസ്തകം. ഇത് എഴുതിയ ആൾ NP ഹാഫിസ് മുഹമ്മദാണ്. ഈ രംഗത്ത് ഒരുപാട് കാലത്തെ അനുഭവ പരിജ്ഞാനവും സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയുമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ വേറെയും പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങളെല്ലാം വാങ്ങുകയും വായിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളിൽ ഒരുവൻ എന്ന നിലയ്ക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് അത്രയും എഫക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ നാം ഒരാളെ കൗൺസിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മളെ മുമ്പിൽ വരുന്ന ആളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഓരോ ക്ലയൻറ്റിനെയും അഭിമുഖീകരിക്കുമ്പോൾ നടത്തുന്ന സംസാരങ്ങൾ, അവരെ പരീക്ഷിക്കുന്ന രീതികൾ. ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങൾ നൽകുകയല്ല, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള ശക്തി പുറത്തു കൊണ്ടുവരികയും അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൗത്യമാണ് കൗൺസിലർക്കുള്ളത്. അപ്പോൾ ഓരോ പ്രായക്കാരെയും ഓരോ വ്യത്യസ്തമായ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്ന ആളുകളെ എങ്ങനെ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നു എന്ന് നമുക്കിതിന് മനസ്സിലാക്കാനും അത് പകർത്താനും നമ്മുടെ ഈ ഫീൽഡിൽ, ഈ കരിയറിൽ അത്